ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐറ്റ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഏതാന്ന് വെച്ചാൽ ഒരു പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ഒപ്പോ റെനോ 8 പ്രോ. ഫ്രണ്ട്സ്, നമ്മുടെ ഓപ്പോയുടെ ലേറ്റസ്റ്റ് മോഡലായ റെനോ 8 പ്രോ 5G വേർഷൻ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ചായത് ജൂലൈ 18 2022. ഇത് ഇന്നലെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പക്ഷേ നമുക്ക് ചില സാങ്കേതിക പ്രോബ്ലംസ് കാരണം നമുക്ക് ഇന്നലെ പോയി മേടിക്കാൻ പറ്റിയില്ല ഷോപ്പിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഓപ്പോ റെനോ 8 പ്രോ. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓപ്പോ റെനോ 8 പ്രോക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇനി അതിൻ്റെ ചാർജിങ് കേബിൾ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ USB Type C കേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കമ്പനി ഒരു പൗച്ച് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച്. ഓൾസോ അതിൻ്റെ ഒരു സിം എജക്ടർ ടൂളും ഉണ്ട്. സിം ട്രേ, ചാർജിങ് സ്പോട്ട്, ഓൾസോ അതിൻ്റെ സ്പീക്കേഴ്സ് എല്ലാം ഫോണിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ മെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ്. നല്ലൊരു സ്ലീക്കി ഡിസൈൻ, നല്ല റിഫ്ലക്റ്റിംഗ് ഗ്ലാസസ്, നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഓപ്പോ റെനോ 8 പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ക്യാമറയ്ക്കുള്ള ഒരു ഹമ്പിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ അതും അത്യാവശ്യം വലുത് തന്നെയാണ്. 3 ക്യാമറയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ ലേറ്റസ്റ്റ് ഫോണിൻ്റെ 4 ക്യാമറാസ് ഇതിലില്ല. നോർമൽ ക്യാമറ പ്ലസ് അൾട്രാ വൈഡ് ആംഗിൾ പ്ലസ് മാക്രോ, അങ്ങനെ 3 ക്യാമറയാണുള്ളത്. Hz റീഫ്രഷിംഗ് റേറ്റ് ആണ് ഡിസ്പ്ലേ എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ഭയങ്കര സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പേജിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ അതിനൊരു ഹാങ്ങോ മറ്റെന്തോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫോണിൽ ഇൻബിൽട്ടായിട്ട് തന്നെ കുറേ ആപ്സ് കാണുന്നുണ്ട്. സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക്, അങ്ങനെ ഒരുവിധം കുറേ ആപ്സ് ഇതിൽ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ലേറ്റസ്റ്റ് ഫോൺസിനെല്ലാം അങ്ങനെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കിതിൻ്റെ സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ പ്രൊസസ്സർ, അതുപോലെ ആൻഡ്രോയിഡ് വെർഷനൊക്കെ നോക്കാം. പ്രൊസസ്സർ കാണിക്കുന്നത് ഡൈമെൻസിറ്റി 8100 മാക്സ് ഒക്ടാ കോർ ഇമാജിൻ NPU. ലേറ്റസ്റ്റ് പ്രൊസസ്സർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് 256 GB ആണ് സ്റ്റോറേജ് ഉള്ളത്. റാം 12 GB കാണിക്കുന്നുണ്ട്, പ്ലസ് 3 GB എന്നും കാണുന്നുണ്ട്.
അതെന്താണെന്ന് വെച്ചാൽ എക്സ്പാൻഡഡ് ബൈ നമുക്ക് 3GB നിലവിൽ കിടക്കുന്നത്, നമുക്ക് 7GB വരെ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് നല്ലൊരു ഗെയിമിങ്ങിനും നല്ല അങ്ങനത്തെ പർപ്പസിനെല്ലാം നമുക്കിത് വളരെ ഉപകാരമായിരിക്കും. ഹാങ്ങും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ആൻഡ്രോയിഡ് വെർഷൻ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 12 ആണ്, ലേറ്റസ്റ്റ് വെർഷൻ തന്നെയാണ് ആൻഡ്രോയിഡിൻ്റെ. സ്പെസിഫിക്കേഷൻസ് ഇനി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും 183 ഗ്രാമാണ്. 183 ഗ്രാം എന്ന് പറയുമ്പോൾ ഭയങ്കര വെയിറ്റ് കുറവാണ്. ഭയങ്കര സ്ലീക്ക് ഡിസൈനാണ്. ഫുള്ള് ഗ്ലാസ് ആണ്. ബാക്ക് നോക്കിയാലും ഫ്രണ്ട് നോക്കിയാലും ഫുൾ പ്യുവർ ഗ്ലാസ് ആണ്. ഇതിൻ്റെ നല്ല റിഫ്ലക്ഷനും എല്ലാം നല്ല ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിഫ്ലക്ഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററി കപ്പാസിറ്റി. ഇനി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് 120 Hz സ്പീഡാണ്. ഇനി ഈ ഫോണിൻ്റെ സ്ക്രീൻ റീഫ്രഷിങ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 120 Hz റീഫ്രഷിങ് റേറ്റ് ആണുള്ളത്. അതായത് ഒരു ഹാങ്ങോ ലാഗോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം പക്ക സ്മൂത്താണ്. നല്ല ഓൺ ടച്ച് തന്നെ നല്ല സ്പീഡ്, ഒരു കുഴപ്പവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു ലാഗിൻ്റെ പ്രശ്നവും വരുന്നില്ല. ഓൾസോ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ് നമ്മുടെ Oppo Reno 8 Proക്ക് ഉള്ളത്. അതുപോലെ തന്നെ FHD+ ആണ്. പിന്നെ Gorilla Glass 5 ആണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഓൾസോ ഇതിൻ്റെ പ്രൊസസ്സർ നമ്മൾ പ്രൊസസ്സറിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒക്ടാ കോർ പ്രൊസസ്സറാണ് വരുന്നത്. MediaTek Dimensity 8100 5G പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ റാം നോക്കുകയാണെങ്കിൽ 8GB റാമാണ് നമ്മുടെ ഈ ഫോണിലുള്ളത്. അപ് ടു ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. റാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോൺസിനെല്ലാം നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിന്ന് 3GB 5GB 8GB വെച്ച് നമുക്ക് അത് റാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി നമ്മുടെ ഈ ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ അപ് ടു 7GB നമുക്ക് റാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇന്റർണൽ GB. സോ 8+7 15GB റാം വരെ നമുക്കിതിന് കിട്ടുന്നതാണ്.